ചെയ്യുന്ന കാര്യത്തിനോട് സിൻസിയർ ആവാൻ കഴിയുന്നില്ല, സീരിയസ് ആവാൻ കഴിയുന്നില്ല, അതിൽ ഞാൻ വിജയിക്കുമെന്നൊരു തോന്നൽ വരുന്നില്ല. ഇതിനെപ്പറ്റിയാണ് ഞാനിന്ന് പറയുന്നത്. ഈ പ്രശ്നം ഒരുപാട് ആളുകൾക്ക് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം തുടങ്ങി വെക്കും, പക്ഷേ ഇഷ്ടത്തോടു കൂടി അതിനോട് സമീപിക്കാൻ കഴിയുന്നില്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ തുടങ്ങി വെച്ചൊരു കാര്യം ഉണ്ടാവും. അത് ചിലപ്പോൾ ഒരു PSC പഠിക്കുന്നതായിരിക്കും, എന്തെങ്കിലും ഒരു ബിസിനസ്സായിരിക്കും. ഇതിലേക്ക് ഇപ്പോൾ ഇറങ്ങി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ചുറ്റിലും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവാം. ഇവരെക്കാളൊക്കെ നിങ്ങൾക്കതിൽ കൃത്യമായിട്ടുള്ളൊരു ധാരണയുണ്ട് എന്നുള്ള ഒരു തോന്നൽ. ഞാനിതിലേക്ക് ഇറങ്ങി മെനക്കെട്ട് കഴിഞ്ഞാൽ എന്തായാലും വിജയിക്കും, എന്നാൽ എൻ്റെ ഉദ്ദേശം അതല്ല, ഞാൻ അവിടെ നിൽക്കേണ്ട ഒരാളല്ല എന്നുള്ളൊരു തോന്നൽ. എനിക്കതിൽ എല്ലാം അറിയാം, ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ നേടേണ്ട ആവശ്യം എനിക്കുണ്ടോ എന്നുള്ളൊരു തോന്നൽ. അതിനേക്കാൾ വലിയ എന്തൊക്കെയോ ചെയ്യാൻ എനിക്ക് കഴിയില്ലേ എന്നുള്ള ഒരു തോട്ട്. ഇത് നിങ്ങളറിയാതെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കമ്പാരിസൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഒരു ഭാവമാണ്. ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് മുഴുവനായിട്ട് നിങ്ങളെ ഇറക്കാതെ അതിനേക്കാൾ വലിയ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ചിന്ത പോകുമ്പോൾ, ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ചില കഴിവുകളുമായിട്ട് ഒരു കമ്പാരിസൺ സംഭവിക്കുകയാണ്. ഈ കമ്പാരിസൺ ഇവിടെ അല്ല എനിക്ക് പോകേണ്ടത് എന്നുള്ളൊരു തോട്ടിലേക്ക് മാറുകയും ഇപ്പോൾ ചെയ്യുന്ന കാര്യത്തിനോട് ഇൻട്രസ്റ്റ് ഇല്ലാതാവുകയും ചെയ്യും. ഈ സമയത്ത് നിങ്ങളുടെ മൈൻഡ് ചിന്തിക്കുന്നത് ഇങ്ങനെയായിരിക്കും: ഇത് ഇയാൾ വലിയ പല ചിന്തകളുടെ ആഗ്രഹങ്ങളുടെ ഇടയിൽ കൂടി ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി ട്രൈ ചെയ്ത് നോക്കുന്നൊരു കാര്യം മാത്രമാണ്. ഇതിലിപ്പോൾ ഞാൻ വിജയിച്ചില്ലെങ്കിലും പ്രത്യേകിച്ച് എന്ത് സംഭവിക്കാനാ, ഞാൻ ഒരുപാട് സേഫാണ് എന്നുള്ളൊരു സേഫ്റ്റി സോണിൽ കിടന്നിട്ട് ഇയാളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങളുടെ അഹങ്കാരത്തിനും ഈഗോയ്ക്കും ഇവിടെ വലിയൊരു റോളുണ്ട്. ഇത് പറയുമ്പോൾ ചില ആളുകൾക്കെങ്കിലും എന്നോട് വെറുപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതൊരു സത്യമാണ് സുഹൃത്തെ. നിങ്ങളുടെ ഉള്ളിലുള്ള ഈഗോ നിങ്ങളെ കൊണ്ട് നിങ്ങളറിയാതെ ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനേക്കാൾ വലിയ എന്തൊക്കെയോ കിടക്കുന്നുണ്ടെന്നുള്ള ഒരു തോന്നൽ. ഈ തോന്നൽ നിങ്ങളിൽ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് വിചാരിക്കും, ഇതിങ്ങനെയൊക്കെ തന്നെ പോട്ടെ, ഇതൊന്നല്ല ഇയാളുടെ മെയിൻ, ഇത് കിട്ടിയാലും ഇല്ലെങ്കിലും ഇയാൾ സേഫാണെന്ന് ഇയാളെങ്ങനെ തോന്നിപ്പിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ കുറേ കാലം കഴിയുമ്പോൾ നിങ്ങളുടെ ഏജ് ഓവറായി പോയി കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും, എനിക്ക് എന്താ മിസ്റ്റേക്ക് പറ്റിയത്, എന്തിനായിരുന്നു ഞാനന്നിങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടി മടി പിടിച്ചിരുന്നത്. ഇങ്ങനൊരു സിറ്റുവേഷനിലേക്ക് എത്താതിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒരു 4 പോയിൻറ്റ്സ്. ഓക്കെ, നമ്മൾ ഒരു ഭംഗിയുള്ള കുളം കാണുമ്പോൾ ഇതിലിപ്പോൾ കുളിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ള ധാരണ നിങ്ങൾ ആദ്യമേ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും അത് അനുഭവിക്കാൻ കഴിയില്ല, ആ ഒരു ഹാപ്പിനെസ് കിട്ടില്ല. എന്നാൽ അതിൽ ഓരോ സ്റ്റെപ്പുകളായിട്ട് നനഞ്ഞിങ്ങനെ ഇറങ്ങി കുളിച്ച് കയറി ഭയങ്കര ഹാപ്പിയായിട്ട് നമ്മൾ പുറത്തേക്ക് വരുന്ന, വിജയിച്ച് വരുന്ന ഒരു ലെവലുണ്ട്. ഈ ഫീല് കിട്ടാൻ പുറത്തു നിന്ന് നോക്കിക്കാണുന്ന ഒരാൾക്ക് ഒരിക്കലും കഴിയില്ല. പുറത്തു നിന്ന് ഇറങ്ങി നോക്കാത്ത ആൾ ഇതിനെപ്പറ്റി ഒരു ധാരണ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ധാരണയാണ് ഒരുപക്ഷെ നിങ്ങളെ അതിലേക്ക് ഇറങ്ങാനുള്ള ഒരു ടെൻഡൻസി ഇല്ലാതാക്കുന്നത്. നിങ്ങളുടെ തൊട്ടടുത്ത് നിങ്ങളുടെ എല്ലാ ഹാപ്പിനെസ്സും കാരണമാവുന്ന ഒരു വലിയൊരു കുളം അങ്ങനെ നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഇറങ്ങേണ്ട ജസ്റ്റ് ഒരു കാലെടുത്ത് വെക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഇതിനേക്കാൾ വലിയ കുളം എനിക്ക് ഇന്ത്യയുടെ പുറത്തുണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടേക്കും പോകാൻ കഴിയില്ല, ഇവിടേക്ക് ഇറങ്ങാൻ കഴിയില്ല. അപ്പോൾ ഇതേ രീതിയിൽ വൈഡായിട്ട് സ്പ്രെഡായി പോകുന്ന ചിന്തകളെ നിങ്ങൾ ഒരു പ്രത്യേക ചിന്തയിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് ഇതാണ് എൻ്റെ ലൈഫ് എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഇറങ്ങിയിട്ടുള്ള ആ കാര്യത്തിൻ്റെ വാല്യൂ നിങ്ങൾ ഒരിക്കലും കുറച്ച് കാണാൻ പാടില്ല. ആ ഒരൊറ്റ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് സെറ്റിലാണ്. ഒരുപാട് ലക്ഷക്കണക്കിന് ക്യാഷ് വരേണ്ട ഒരു കാര്യം നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഒരു 5-6 മാസം അല്ലെങ്കിൽ 1-2 കൊല്ലം ഇരുന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് സെറ്റിലാവേണ്ട കാര്യം നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഇതിന് വില കൊടുക്കാതെ വേറെന്തൊക്കെയോ ആഗ്രഹത്തിൻ്റെ പിറകെ നിങ്ങൾ വർഷങ്ങളോളം അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നീട് തോന്നും എനിക്ക് അത് തന്നെയായിരുന്നു ബെസ്റ്റ് എന്നുള്ളത്. അപ്പോൾ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിലേക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നില്ല എന്ന് തോന്നുന്ന ആളുകൾക്ക് മാത്രമുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇതൊന്നും അല്ല എൻ്റെ ലെവല്, എനിക്കിതിൻ്റെ അപ്പുറം വേറെ എന്തൊക്കെയോ ചെയ്യാൻ കഴിയുന്നുള്ള രീതിയിൽ നിങ്ങളെ പിടിച്ചു കൊണ്ടുപോകുന്ന എക്സ്പ്ലറേഷൻ തോട്ടുകളുണ്ട്. അത് നമ്മൾ മരിക്കുന്നത് വരെ നമ്മളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത് നമ്മൾ അംഗീകരിക്കണം. എന്നിട്ട് എനിക്ക് രക്ഷപ്പെടാനുള്ളൊരു വഴി ഇപ്പോഴെൻ്റെ മുന്നിൽ തുറന്നു കിടക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ കുറച്ച് കാലത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം. ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ട് ഒത്തു വന്നിട്ടുള്ള നല്ലൊരു ടൈമായിരിക്കും. ഈ ഒരു നല്ല ടൈമിൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് വന്നിട്ടുള്ള ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. പിന്നീട് നിങ്ങൾക്ക് ഇങ്ങനൊരു സമയം, ഇങ്ങനെ എല്ലാം കൊണ്ട് ഒത്തു വന്നൊരു സമയം വന്നോളന്നില്ല. അപ്പോൾ ഈ സമയത്തെ ബെസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുക. ഇനി രണ്ടാമതൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. പ്ലാനിങ് ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഈ ഒരു മാസത്തെ കലണ്ടർ നിങ്ങൾ പ്ലേസ് ചെയ്യുക. ഈ ഒരു മാസം എനിക്ക് എത്ര ദിവസം ബാക്കിയുണ്ടെന്നുള്ളത് നിങ്ങളിങ്ങനെ ഒരു മാർക്കർ കൊണ്ടോ ഒരു സ്കെച്ച് പെന്നുകൊണ്ടൊക്കെ റൗണ്ട് ചെയ്ത് വെക്കുക. ഇന്ന് ഡേറ്റ് 15, ഇനിയുള്ള 15 ദിവസത്തേക്ക് ഇത്രയേറെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ടെന്നുള്ളത് ചെറുതായിട്ടെങ്കിലും നിങ്ങളതിൽ എഴുതി വയ്ക്കുക. 18-ന് ഇങ്ങനൊരു കാര്യം ചെയ്യാനുണ്ട്, 20-ന് എനിക്ക് ഈ ബുക്ക് ഫുൾ തീർക്കാനുണ്ട്.
നിങ്ങൾ എത്ര വെൽ പ്ലാൻഡ് ആയിട്ട് ലൈഫിനോട് സമീപിക്കുന്നു, അവിടെ വിജയം എന്നുള്ളതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ മുന്നോട്ടൊന്നും കാണാനില്ലാത്ത രീതിയിൽ നിങ്ങളിങ്ങനെ ജീവിച്ച് പോവുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ആയിരിക്കും നമുക്ക് മനസ്സിലാവുക എൻ്റെ കൂടെയുള്ള വിജയിച്ചു പോയ ആളുകളൊക്കെ ഈ രീതിയിൽ വെൽ പ്ലാൻഡ് ആയിട്ട് നീങ്ങിയ ആളുകളായിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ഇതൊന്നും നിങ്ങൾ മറക്കാതിരിക്കുക. ഇങ്ങനെ പലതും നമ്മളുടെ മുന്നിൽ കാണാനുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ കലണ്ടർ മെത്തേഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇതില്ലെങ്കിൽ എനിക്ക് ശരിയാവില്ല. പെട്ടെന്ന് നമുക്ക് ഈ മാസം എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ളത് പെട്ടെന്ന് ഓടിച്ചു പോകാൻ കഴിയുന്ന ഒരു വകുപ്പായിട്ട് ഞാനിതൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിലേക്കുള്ള മൂന്നാമത്തെ പോയിൻ്റാണ്, നിങ്ങളുടെ ആഗ്രഹം ചിലപ്പോൾ വലിയൊരു ആഗ്രഹമായിരിക്കും. വലിയൊരു ആഗ്രഹം വെച്ചിട്ട് ചെറിയൊരു സർക്കിളിൽ ജീവിച്ച് പോകുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലോ, ഇത് നിങ്ങളൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾ ആഗ്രഹിക്കുന്ന ജോലി വലിയൊരു പൊസിഷനാണെന്ന് വിചാരിക്കാം. ഇയാളുടെ കൂടെയുള്ള ആളുകളൊക്കെ വളരെ ബേസിക്കായിട്ട് ജീവിക്കുന്ന ആളുകളാണെന്ന് വിചാരിക്കാം, ചെറിയ ജോലികളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അവരോടൊക്കെയുള്ള ഒരു ഇഷ്ടം ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ, അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് നിങ്ങൾ ഉള്ളിൽ കണ്ടുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്ന ആളുകൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടേയിരിക്കണം. അങ്ങനെയുള്ള ബന്ധങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. എന്നും ബേസിക്കായിട്ടുള്ള ആളുകളുടെ കൂടെ തന്നെ പോയാൽ ശരിയാവില്ല. നിങ്ങൾക്കറിയില്ലേ, സിനിമാ നടൻ രജനീകാന്ത് ഒരു നടനാവുന്നതിന് മുൻപ് ബസ് കണ്ടക്ടർ ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ബന്ധങ്ങളൊക്കെ ഇന്നും അവിടെ തന്നെ ഉണ്ടാവാം. പക്ഷേ ഈ രീതിയിൽ എനിക്ക് വലിയൊരാളായിട്ട് മാറണം എന്ന് ആഗ്രഹിച്ച സമയത്ത് ആ പൊസിഷൻ്റെ ലെവലിലുള്ള വലിയ ആളുകളുടെ സർക്കിൾ മനസ്സിൽ കണ്ട് അത്തരക്കാരുടെ ഫ്രീക്വൻസിയിലേക്ക് സ്വയം ഇദ്ദേഹത്തെ പുഷ് ചെയ്യാൻ ശ്രമിച്ച ഒരു ബാക്ക്ഗ്രൗണ്ട് ഇദ്ദേഹത്തിനുണ്ടായിരിക്കും. അദ്ദേഹം വളർന്നു വന്ന നിലവാരത്തിലുള്ള ആളുകൾ കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിരിക്കാം. പക്ഷേ ആ ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഉയർത്താൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ടാവും. അതിന് പറ്റിയ ആളുകളെയും ചുറ്റുപാടുകളെയും അദ്ദേഹം തേടി നടന്നിട്ടുണ്ടാവും. ചിലപ്പോൾ അന്ന് കൂടെയുള്ള പല ആളുകളും അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. എന്നാലും എന്നും എനിക്ക് അതേ സർക്കിളിൽ ജീവിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. നിങ്ങളുടെ സ്റ്റാൻഡേർഡ് നിങ്ങൾ തന്നെ അറിഞ്ഞുകൊണ്ട് റേസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ള എല്ലാവരും രക്ഷപ്പെടുകയാണ്. നിങ്ങൾ ഇപ്പോൾ ഏത് ലെവലിൽ നിൽക്കുന്ന ആളുകളാണെങ്കിലും എന്നും എൻ്റെ കൂടെ ഇവരല്ല ഉണ്ടായിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലേക്ക് കൊടുക്കണം. ആ ഒരു പൊസിഷൻ്റെ പദവിയിലേക്ക് സ്വയം നിങ്ങളെ തന്നെ പ്രിപ്പയർ ചെയ്യണം. ആ ഒരു ലെവലിലേക്ക് നിരന്തരം നിങ്ങളെ പുഷ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മടി വരാനുള്ള സാധ്യത കുറവായിരിക്കും. കാരണം നമുക്കറിയാം എൻ്റെ സർക്കിള് ഇതല്ല എന്നുള്ള കാര്യം. ഈ രീതിയിൽ നിങ്ങളുടെ ലക്ഷ്യത്തിനനുസരിച്ചുള്ള ഒരു ചുറ്റുപാടിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്യുന്ന കാര്യത്തിനോടുള്ള ഇഷ്ടം കൂടി വരും. അത് കൂട്ടിയെടുക്കാൻ നിങ്ങൾ മാത്രമേ ഉണ്ടാവൂ. നിങ്ങൾ തന്നെ തുനിഞ്ഞിറങ്ങേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വരുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? തോട്ട്സ് വൈഡായി പോവാണ്, ഫോക്കസ് കുറയുന്നു, പ്ലാനിങ്ങുകൾ ഇല്ലാതാവുന്നു, കൂടെയുള്ളവർ അതുമായിട്ട് ബന്ധമില്ലാത്ത ആളുകളായി പോകുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചെയ്യുന്ന കാര്യത്തിനോടുള്ള താല്പര്യം കുറയും. അത് കുറയാതിരിക്കാൻ നിങ്ങൾ തന്നെ വിചാരിക്കേണ്ടി വരും. അവസാനമായിട്ട് ഒരൊറ്റ കാര്യം കൂടെ പറയട്ടെ, പുഷ് ചെയ്യാനുള്ള ഒരു റീസൺ നിങ്ങൾ കണ്ടെത്തണം. എന്തിനാണ് നിങ്ങളിങ്ങനെ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നത്? പറയാനുള്ള ചില കാരണങ്ങൾ അത് നിങ്ങളെ പുഷ് ചെയ്തുകൊണ്ടേയിരിക്കണം. ചിലപ്പോൾ ചില ബാധ്യതകളായിരിക്കാം, മാനസികമായിട്ടുള്ള സംഘർഷങ്ങളായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ കുറച്ച് ഫ്രീഡം ആഗ്രഹിക്കുന്നുണ്ടാവാം, കയ്യിൽ ക്യാഷ് ഇല്ലാത്തത് കാരണം പല പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവാം. ഈ രീതിയിലുള്ള ശക്തമായിട്ടുള്ള കാരണങ്ങളൊക്കെ നിങ്ങൾ ആരും കാണാത്ത രീതിയിൽ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് വർക്ക് ചെയ്യാൻ ആരംഭിക്കുന്നതിന് മുൻപ് ഇതൊക്കെ ഒന്ന് വായിച്ചിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയാൻ കഴിയുന്ന ഒരുപാട് കാരണങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. എന്നാൽ പല പ്രശ്നങ്ങളുടെ ഇടയിലും കാരണങ്ങൾ കണ്ടെത്താൻ ഇല്ലാത്ത ആളുകളായിരുന്നു വൻ വിജയങ്ങൾ നേടിയ ആളുകളെന്ന് നിങ്ങൾ മറക്കരുത്. താങ്ക് യു. അപ്പോൾ നമ്മുടെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഓരോ മാസത്തിൻ്റെയും കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങുകൾ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. കഴിയുന്നതും ഒരു കാര്യം ചെയ്ത് ഫിനിഷ് ചെയ്തിട്ട് അതിൽ സക്സസ് കണ്ടിട്ട് അടുത്തതിലേക്ക് എന്നുള്ള ഒരു ചിന്ത കൊടുക്കാൻ തുടങ്ങുക. അതായത് ഇറങ്ങിയ കാര്യത്തിലേക്ക് ഒരു പരുന്തിനെ പോലെയുള്ള ഫോക്കസ് നിങ്ങൾക്കുണ്ടായിരിക്കണം. അടുത്തത് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു ചുറ്റുപാട് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അതിലേക്ക് എന്നും നിങ്ങളെ പുഷ് ചെയ്യാൻ സഹായിക്കുന്ന പല കാരണങ്ങളും നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരിക്കണം. ഗുഡ് ലക്ക്. താങ്ക് യു.